ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ ഇറാൻ ഭരണമാറ്റവുമായി ബന്ധപ്പെട്ട് നിർണായക പ്രതികരണവുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഭരണമാറ്റമാണ് ഇറാന് സംഭവിക്കാവുന്ന ഏറ്റവും നല്ല കാര്യമെന്നാണ് പ്രതികരണം. ഇറാനെ സാമ്പത്തികമായി തകർക്കാൻ അമേരിക്ക ആസൂത്രിതമായി ഡോളർ ക്ഷാമം സൃഷ്ടിച്ചെന്ന് US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് വെളിപ്പെടുത്തി. Let's see what happens. In the meantime, we have tremendous power has arrived. And additional power, as you know, another carrier is going out. ഭരണമാറ്റമാണ് ഇറാനിൽ സംഭവിക്കാവുന്ന ഏറ്റവും നല്ല കാര്യമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. നോർത്ത് കരോലിനയിൽ മാധ്യമപ്രവർത്തകരുമായി സംസാരിക്കവെയാണ് ട്രംപിന്റെ പരാമർശം. ഇറാനുമേലുള്ള സമ്മർദ്ദം കടുപ്പിക്കുന്നതിന്റെ ഭാഗമായി പശ്ചിമേഷ്യയിലേക്ക് ലോകത്തെ ഏറ്റവും വലിയ വിമാനവാഹിനി യുദ്ധക്കപ്പലായ USS ജെറാൾഡ് R. ഫോർഡ് അയച്ചെന്ന് സ്ഥിരീകരിച്ചതിന് പിന്നാലെയാണ് ട്രംപിന്റെ പരാമർശം. നിലവിൽ വിമാനവാഹിനി കപ്പലായ USS എബ്രഹാം ലിങ്കൺ അടക്കമുള്ള യുദ്ധസന്നാഹങ്ങൾ അമേരിക്ക പശ്ചിമേഷ്യൻ തീരത്ത് വിന്യസിച്ചിട്ടുണ്ട്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിർണായക നീക്കം. അതിനിടെ ഇറാനിലെ ഡോളർ ക്ഷാമം അമേരിക്ക ആസൂത്രിതമായി നടപ്പിലാക്കിയതാണെന്ന ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലാണ് അമേരിക്കൻ ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് US കോൺഗ്രസിന്റെ ഹിയറിംഗിൽ നടത്തിയത്. ഉപരോധങ്ങൾ കടുപ്പിച്ചും ബാങ്കിംഗ് മേഖലയെ ഒറ്റപ്പെടുത്തിയും ഇറാനിയൻ റിയാലിന്റെ മൂല്യം ഇടിക്കുകയായിരുന്നുവെന്നും പണപ്പെരുപ്പത്തിന് അതിനിടയാക്കിയെന്നുമാണ് ബെസന്റിന്റെ വെളിപ്പെടുത്തൽ. ഇറാനും അമേരിക്കയും തമ്മിലുള്ള രണ്ടാമത്തെ ആണവ ചർച്ചകൾ ജനീവയിൽ വരുന്ന ചൊവ്വാഴ്ച നടക്കും. ആണവ കരാറിന്റെ വ്യവസ്ഥകൾ അംഗീകരിക്കാൻ ഇറാൻ 1 മാസത്തെ സമയപരിധി ട്രംപ് ഇന്നലെ നിശ്ചയിച്ചിരുന്നു. നിശ്ചിത സമയപരിധിക്കുള്ളിൽ ഇറാൻ തീരുമാനമെടുത്തില്ലെങ്കിൽ ഇറാനെതിരെ നടപടിയുണ്ടാകുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.